ഈ പറഞ്ഞ പോലെ നമുക്ക് എൻജോയ് ചെയ്യാം, എൻ്റർടൈൻ ആയിട്ട് പോകുന്നൊരു പടമാണ്. ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊരു +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ളൊരു അവരൊരു സിറ്റുവേഷനിൽ അവരൊരു ഒരു എന്താ പറയുക ഒരു ദൃഢ നിശ്ചയം എടുക്കുന്നു. ഭയങ്കര എൻജോയ് ചെയ്തു. അടിപൊളി. എല്ലാവരും ഭയങ്കര മുന്നേ പണിയെടുത്തതെല്ലാം ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് സ്ക്രീനിൽ കാണുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് അവർ ബോക്സ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി ആണെങ്കിലും ഭയങ്കര ജിംഷിക്കയുടെ വർക്ക്, ക്യാമറ ആണെങ്കിലും മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ മോളുണ്ട്, അതുകൊണ്ട് മോളനഖ അടിപൊളിയായിരുന്നു. എന്താ ആദ്യം കുറച്ച് ഇമോഷണലായി. ആദ്യം നമ്മളെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഫസ്റ്റ് ഡെബ്യൂ ആണ്, അതിൻ്റെ ഒരു പിന്നെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ മൂവി അടിപൊളിയാണ്. നമുക്ക് ഓരോ സീനും ഓരോ ഷോട്ടും എല്ലാം കാണുമ്പോൾ നമുക്കിങ്ങനെ വാവ് അടിപൊളി എന്നൊക്കെ തോന്നും. അപ്പം ഹലോ ഗൈസ്, ചൂട്ടക്കറ്റവൻ്റെ പുതിയ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ ജിങ്കാന എന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഖലീൽ റഹ്മാൻ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ നെസ്ലിന് പുറമെ ഒരുപാട് താരനിര അണിയിരിക്കുന്നുണ്ട്, പുതുമുഖങ്ങളും അല്ലാതെ ഒരുപാട് പേര്. അപ്പോൾ ആലപ്പുഴ ജിങ്കാന ഇടിച്ചു നേടിയോ ആ വിജയം എന്ന് നമുക്ക് പ്രേക്ഷകരോട് ചോദിച്ചറിയാം. നിങ്ങൾ ഈ കടം കണ്ടാണ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആലപ്പുഴ ജിങ്കാനയുടെ റിവ്യൂലേക്ക് പോവാം. ബാ, ഞാനിപ്പോഴാണ് മൊത്തത്തിൽ കാണുന്നത് തന്നെ. അപ്പോൾ പിന്നെ ആ ഒരു ഫ്രഷ് ആയിട്ട് വന്നുകൊണ്ട് ഇറ്റ്സ് ഗുഡ്. തിയേറ്റർ എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് ആയിരിക്കും. ഓഫ് കോഴ്സ് ഐ എം എ വെരി തിയേറ്റർ പേഴ്സൺ. അപ്പോൾ ഇവിടെ തന്നെ വന്നിരുന്ന് കാണുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ അയ്യോ പറയാനൊന്നും പറ്റില്ല. കണ്ടതിൻ്റെ എല്ലാവരോടും ഒന്ന് പോയി പറയണം. ഇതിൽ കുറേ പേരുണ്ടല്ലോ നമ്മുടെ ടീം തന്നെ. അപ്പോൾ എല്ലാവരോടും എടുത്തെടുത്ത് പറയേണ്ട രീതിയിലാണ് പടം. അപ്പോൾ ഒന്ന് പോയി പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് വരാം. അടിപൊളിയായിരുന്നു. കോച്ചുണ്ട്, എല്ലാവരും ഉള്ളതുകൊണ്ട് അടിപൊളിയായിരുന്നു. ദിസ് ടീം വാസ് ലൈക്ക് ദ ബെസ്റ്റ് ടു വർക്ക് വിത്ത്. അതിൻ്റെ സോറി ഞാൻ ഇച്ചിരി ഇങ്ങനെ എല്ലാവരും ഒന്ന് കണ്ട് റിയാക്ഷൻ കൊടുത്തില്ലെങ്കിലേ. രക്ഷയില്ല, നൈസ് പടം. വിഷു തകർക്കും ഈ പടങ്ങൾ. ഫൈറ്റൊക്കെ നൈസാ, വേറെ രക്ഷയില്ല, നൈസ്, വേറെ മൂഡ് പടം. ഫാമിലുവിന്റെ റെക്കോർഡ് തകർക്കും ഈ പടം. വിഷു വാരാൻ പറ്റിയ പടമാണ്, നൈസ് പടം, വേറെ മൂഡ്. അടിപൊളിയായിരുന്നു. എന്താ ആദ്യം കുറച്ച് ഇമോഷണലായി. ആദ്യം നമ്മളെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഫസ്റ്റ് ഡെബ്യൂ ആണ്, അതിൻ്റെ ഒരു പിന്നെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ മൂവി അടിപൊളിയാണ്. നമുക്ക് ഓരോ സീനും ഓരോ ഷോട്ടും എല്ലാം കാണുമ്പോൾ നമുക്കിങ്ങനെ വാവ് അടിപൊളി എന്നൊക്കെ തോന്നും. അപ്പം ഇങ്ങനെ എന്താ പറയുക, എല്ലാവരും തന്നെ പോയി കാണണം. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ യെസ്, എല്ലാവരും കാണണം. നന്ദ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അച്ഛനും ഇഷ്ടമായി. അത് അച്ഛൻ ഹാപ്പിയാണ്, നല്ല സന്തോഷത്തിലാണ് അച്ഛൻ. ഒന്നുമില്ല, ഓഡീഷന് പോയി, 2 ഓഡീഷന് പോയിട്ടാണ് ഞാൻ ഇതിൽ എത്തിയത്. യെസ്, ഓഡീഷന് പോയത്. അച്ഛൻ എന്താ പറയുക, സന്തോഷം നന്നായിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടമായി. ഇല്ല ഇതുവരെ ഒന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് അല്ല, സീറ്റ് അച്ഛൻ്റെ അടുത്ത് കിട്ടിയില്ല, ഞാൻ പുറകിലായിരുന്നു. ചമ്മലൊന്നും ഇല്ല, എല്ലാവരും അടിപൊളിയാ. അതെ, എല്ലാവർക്കും അതിൻ്റെതായ അത്. ഖലീൽ റഹ്മാൻ ബ്രില്യൻസ്. മിക്കവാറും ഇത് കണ്ട് എല്ലാവരും ഇൻസ്പയർഡ് ആവും തന്നെ തോന്നണേ. കാരണം ഉറപ്പായിട്ടും ആലപ്പുഴ ജിംഖാന കൊള്ളാം. ബാക്ക് ടു ബാക്ക് ഒരു സ്പോർട്സ്, ഒരു ഫുള്ളി ഫൈറ്റ് മൂവി അല്ല, ഒരു സ്പോർട്സ് ഡ്രാമ കോമഡി പരിപാടിയാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് എൻജോയ് ചെയ്യാം, എൻ്റർടൈൻ ആയിട്ട് പോകുന്നൊരു പടമാണ്. ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊരു +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ളൊരു അവരൊരു സിറ്റുവേഷനിൽ അവരൊരു എന്താ പറയുക ഒരു ദൃഢ നിശ്ചയം എടുക്കുന്നു. അവരൊരു ബോക്സിംഗ് തിരഞ്ഞെടുക്കാം, ഒരു സ്പോർട്സ് കോട്ടയിൽ കയറാം എന്നുള്ളൊരു തീരുമാനത്തിൽ അവർ നേരെ ഒരു ബോക്സിംഗ് ചാമ്പ്യൻ, ഒരു എന്താ പറയുക കോച്ചിങ് സെൻറ്ററിൽ ചെല്ലുന്നു. നേരെ അവരൊരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നു, നേരെ സ്റ്റേറ്റിൽ പോകുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം. പിന്നെ നോക്കുകയാണെങ്കിൽ ആർട്ടിസ്റ്റുകളെല്ലാവരും കുഴപ്പമില്ല. നെസ്ലിൻ ഈ പറഞ്ഞ പോലെ കോമഡി പരിപാടിയാണ്. അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് പുള്ളി കോമഡി പിടിച്ചേക്കണത്. പിന്നെ എല്ലാവരും കൊള്ളാം. ബേബി ജീനൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് ടെക്നിക്കലി കുറേ പരിപാടിയൊന്നും പുള്ളി കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചു പുള്ളിയുടേതായ ഒരു സിഗ്നേച്ചർ പരിപാടി
നോർമൽ സ്റ്റൈലിലൊക്കെ ഉള്ള മേക്കിംഗ് ആണ്. ഈ പറഞ്ഞ പോലെ ജിംഷിയുടെ സൈഡിൽ നിന്നുള്ള ഒരു സ്പെഷ്യൽ കുറച്ച് കട്ട്സ് ഒക്കെ ഷോർട്സ് ഒക്കെ ഉണ്ടാവും. കുറച്ചൊക്കെ ബോക്സിങ്ങിൽ കുറച്ച് ഷോർട്സ് ഒക്കെ അങ്ങനത്തെ വെച്ചിട്ടുണ്ട് ടെക്നിക്കലി കുറച്ച്. പിന്നെ ലാസ്റ്റ് ഒരു ഫൈറ്റ് വരുന്നതിലൊക്കെ കുറച്ച് ഒരുപാടല്ല. അതിൽ അവളുടെ പേര് എനിക്കറിയില്ല. ആ കാതലിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുണ്ട്. അവളുടെ ഫൈറ്റ് കൊള്ളാം, എടുത്ത് പറയേണ്ട രസമുള്ളൊരു ഫൈറ്റ്. ഒരു സോങ്ങിലുള്ള ഒരു ഫൈറ്റ് രസമുണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓവറോൾ കൊള്ളാം.